ഒരു പെട്രോൾ പമ്പ് തൊഴിലാളിയുടെ മകൻ എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം പണിതു. 1960കളിലെ ഇന്ത്യ. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആകാശമുട്ടുന്ന കെട്ടിടങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ അന്ന് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അന്നത്തെ ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചിരുന്ന യുവാവായിരുന്നു ധീരുഭായ് അംബാനി. സമ്പന്ന കുടുംബമല്ല, വലിയ ബിസിനസ് പാരമ്പര്യവുമില്ല. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിമിതമായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ധീരുഭായ് ചെറുപ്പത്തിൽ തന്നെ ജോലി തേടി യമനിലേക്ക് പോയി. അവിടെ ഒരു വലിയ എണ്ണ കമ്പനിയിൽ ജോലി ചെയ്തു. മാസശമ്പളം വളരെ കുറവായിരുന്നു. പക്ഷേ മറ്റുള്ളവർ ശമ്പളം വാങ്ങി ജീവിക്കുമ്പോൾ ധീരുഭായ് ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ചിലർ സമ്പന്നരാകുന്നു, എങ്ങനെ കമ്പനികൾ വളരുന്നു, പണം എങ്ങനെ പണത്തെ സൃഷ്ടിക്കുന്നു, ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു. അല്പവർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒരു വലിയ സ്വപ്നവുമായി യാത്ര തുടങ്ങി. ഞാൻ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിക്കും. ആ സ്വപ്നത്തിന്റെ പേരായിരുന്നു റിലയൻസ്. ആദ്യം ചെറിയ തോതിൽ വസ്ത്ര വ്യാപാരമായിരുന്നു. എന്നാൽ ധീരുഭായ് മറ്റുള്ളവരെ പോലെ ചിന്തിച്ചില്ല. അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കണ്ടു, അപകട സാധ്യത ഏറ്റെടുത്തു. വർഷങ്ങൾ കടന്നു പോയപ്പോൾ റിലയൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായി വളർന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 മക്കളായ മുകേഷും അനിലും ബിസിനസ്സിലേക്ക് കടന്നു. അവർക്ക് അറിയില്ലായിരുന്നു ഭാവിയിൽ അവരുടെ ജീവിതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് കഥകളിലൊന്നായി മാറുമെന്ന്. പിതാവിന്റെ മരണശേഷം എന്താണ് സംഭവിച്ചത്? 2002 ജൂലൈ 6 അംബാനി കുടുംബത്തിന് ഏറ്റവും ദുഃഖകരമായ ദിവസമായിരുന്നു അത്. ധീരുഭായ് അംബാനി അന്തരിച്ചു. രാജ്യം മുഴുവൻ ഞെട്ടി. റിലയൻസ് സാമ്രാജ്യത്തിന്റെ ഭാവി എന്താകും? എല്ലാവരും അതായിരുന്നു ചോദിച്ചത്. ആ സമയത്ത് മുകേഷും അനിലും ഒരുമിച്ച് ബിസിനസ് നടത്തി വരികയായിരുന്നു. എന്നാൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ധീരുഭായ് വ്യക്തമായ വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നില്ല. അതോടെ അധികാരവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ആരംഭത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളായി മാറി. മാധ്യമങ്ങൾ ദിവസവും വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ 2 സഹോദരന്മാർ പരസ്പരം എതിർപ്പിലാണെന്ന വാർത്തകൾ വന്നു. കുടുംബത്തിൽ സമ്മർദ്ദം വർദ്ധിച്ചു. അവസാനം അമ്മ കോകിലാബെൻ അംബാനി ഇടപെട്ടു. 2005 സാമ്രാജ്യം വിഭജിച്ചു. മുകേഷിന് ഓയിൽ, പെട്രോ കെമിക്കൽ ബിസിനസ്സുകൾ ലഭിച്ചു. അനിലിന് ടെലികോം, പവർ, ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സുകൾ ലഭിച്ചു. അന്ന് പലരും പറഞ്ഞത് അനിൽ അംബാനിയാണ് കൂടുതൽ വിജയിക്കുക. പക്ഷെ ചരിത്രം മറ്റൊന്നാണ് എഴുതാൻ പോകുന്നത്. മുകേഷിനേക്കാൾ വിജയിച്ചത് അനിലാണ്. 2005 മുതൽ 2008 വരെ ഇത് അനിൽ അംബാനിയുടെ കാലഘട്ടമായിരുന്നു. TV ചാനലുകളിലും പത്രങ്ങളിലും ബിസിനസ് മാസികകളിലും എല്ലായിടത്തും അനിലിന്റെ പേര്. അദ്ദേഹത്തിന്റെ കമ്പനികളുടെ മൂല്യം കുതിച്ചുയർന്നു. ഓഹരി വിപണിയിൽ നിക്ഷേപകർ ആവേശത്തിലായി. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ പട്ടികയിൽ അനിൽ ഇടം നേടി. അദ്ദേഹത്തിന്റെ സമ്പത്ത് ബില്യൺ ഡോളറുകൾ കടന്നു. എല്ലാവരും പറഞ്ഞു ഭാവി അനിൽ അംബാനിയുടേതാണ്. എന്നാൽ ആ വിജയത്തിന്റെ പിന്നിൽ ഒരു അപകടം ഒളിഞ്ഞിരുന്നു. അതായിരുന്നു കടം. വലിയ പദ്ധതികൾ ആരംഭിക്കാൻ വൻതോതിൽ വായ്പ എടുത്തു. ആദ്യം എല്ലാം നന്നായി തോന്നി. പക്ഷെ പിന്നീട് ചില പദ്ധതികൾ വൈകി, ചിലത് നഷ്ടത്തിലായി. കടം വർദ്ധിച്ചു. പക്ഷെ പലർക്കും അത് മനസ്സിലായില്ല. കാരണം പുറത്ത് കാണുന്നത് വിജയത്തിന്റെ തിളക്കമായിരുന്നു. അതേസമയം മുകേഷ് അംബാനി നിശബ്ദമായി ഒരു വലിയ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. അത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഒരു തീരുമാനത്തോടെ ഇന്ത്യ മാറി. 2016 ഇന്ത്യൻ ടെലികോം മേഖലയെ മാറ്റിമറിച്ച വർഷം. റിലയൻസ് ജിയോ ഔദ്യോഗികമായി ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ആളുകൾ ഞെട്ടി. സൗജന്യ ഡേറ്റ, വളരെ കുറഞ്ഞ കോളിംഗ് നിരക്കുകൾ. അതുവരെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം ചിലവേറിയതായിരുന്നു. ജിയോ അത് മാറ്റി. ലക്ഷക്കണക്കിന് ആളുകൾ ജിയോ സിം വാങ്ങാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ ജിയോ സിം വാങ്ങാൻ ക്യൂ നിന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേപോലെ ജിയോ വ്യാപിച്ചു. ഇന്ത്യൻ ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് കടന്നു. പക്ഷേ ഈ വിജയത്തിന് മറ്റൊരു വശവും ഉണ്ടായിരുന്നു. മത്സര കമ്പനികൾ വലിയ സമ്മർദ്ദത്തിലായി. അനിലിന്റെ ടെലികോം ബിസിനസിനും വലിയ തിരിച്ചടി നേരിട്ടു. വരുമാനം കുറഞ്ഞു. കടം കൂടിക്കൊണ്ടിരുന്നു. ഒരു കാലത്ത് ടെലികോം മേഖലയുടെ രാജാവായിരുന്ന അനിൽ അംബാനി ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു തീരുമാനത്തിന്റെ വില. 2019ഓടെ സ്ഥിതി പൂർണ്ണമായി മാറി. മുകേഷ് അംബാനിയുടെ കമ്പനികൾ അതിവേഗം വളർന്നു. റീറ്റെയിൽ മേഖല, ഡിജിറ്റൽ മേഖല, ടെലികോം മേഖല എല്ലായിടത്തും വിജയങ്ങൾ. ലോകത്തെ പ്രമുഖ നിക്ഷേപർ അദ്ദേഹത്തിന്റെ കമ്പനികളിൽ നിക്ഷേപം നടത്തി. അതേസമയം അനിൽ അംബാനിയുടെ പല കമ്പനികളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. വായ്പകൾ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഒരു കാലത്ത് ലോക കോടീശ്വരം പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ സാമ്പത്തിക വെല്ലുവിളികളുമായി പോരാടുകയായിരുന്നു.
ഈ കഥയുടെ ഏറ്റവും വലിയ പാഠം എന്താണ്? വിജയം ലഭിക്കുന്നത് മാത്രം പോരാ, ആ വിജയം നിലനിർത്താൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം. ഒരേ കുടുംബം, ഒരേ അവസരങ്ങൾ, ഒരേ തുടക്കം, പക്ഷേ വ്യത്യസ്ത തീരുമാനങ്ങൾ. അതാണ് ഇന്ന് മുകേഷ് അംബാനിയെയും അനിൽ അംബാനിയെയും വേർതിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.